എല്ലാവരും അവഗണിക്കുന്ന ലോക്കൽ മാനുഫാക്ചറിങ് എന്ന ഒരു സ്വർണ്ണഖനി നമുക്കത് പരിശോധിച്ച് നോക്കിയാലോ. നിർത്തൂ. അടുത്ത ഡ്രോപ്പ് ഷിപ്പിംഗ് കൊഡീഷനാകാനുള്ള ഓട്ടം നിർത്തുക. ഓൺലൈൻ മാർക്കറ്റുകളിലെ മത്സരവും ഒഴിവാക്കുക. കഴിഞ്ഞ 10 വർഷമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റാണ് ഏറ്റവും വലിയ സ്വർണ്ണഖനി എന്നല്ലേ, ഏറ്റവും വലിയ സ്വർണ്ണഖനി എന്നല്ലേ. എന്നാൽ സത്യം എന്താണ്? മിക്ക ആളുകൾക്കും ഇതൊരു ഭ്രാന്തൻ ഓട്ട മത്സരം മാത്രമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ, ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് അവസരം ഓൺലൈനിലല്ല, നിങ്ങളുടെ സ്വന്തം പട്ടണത്തിൽ കൺമുന്നിൽ തന്നെയുണ്ട്. ഇത് യഥാർത്ഥവും സ്പർശിക്കാവുന്നതും എന്നാൽ പലരും അവഗണിക്കുന്നതുമായ ഒരു സ്വർണ്ണഖനിയാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല, നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാനും ഇത് സഹായിക്കും. അതെന്താണെന്ന് അറിയണ്ടേ? വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സത്യം പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് ലോകം ഒരു മായാ ലോകം തന്നെയാണ്. നിങ്ങളൊരു വിജയകരമായ ഉൽപ്പന്നം കണ്ടെത്തുമ്പോഴേക്കും 100 കണക്കിന് ആളുകൾ അത് വിൽക്കാൻ തുടങ്ങും. ഒരു അൽഗോരിതം മാറ്റം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ പഠിച്ചത് എന്താണ്? വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ കണ്ടു. ഇറക്കുമതി ചെയ്ത സാധനങ്ങളെ ആശ്രയിക്കുന്ന നമ്മുടെ ഈ രീതിയിൽ ഒരു വലിയ ബലഹീനതയുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ട്: ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് കേൾക്കുമ്പോൾ വലുതായി തോന്നാമെങ്കിലും സംഭവം വളരെ ലളിതമാണ്. നമ്മളിപ്പോൾ വിദേശത്ത് നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുക. ഇത് നിങ്ങളുടെ ബിസിനസ്സിന് മാത്രമല്ല, നമ്മുടെ നാടിനെയും ശക്തമാക്കും. അപ്പോൾ നമ്മൾ ആ സ്വർണ്ണഖനി എന്താണെന്നുള്ളത് റിവീൽ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ സ്വർണ്ണഖനി? അത് ലോക്കൽ മാനുഫാക്ചറിങ്, അതായത് പ്രാദേശികമായിട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇതിനായി കോടികളുടെ ഫാക്ടറി ഒന്നും വേണ്ട. പുതിയ സാങ്കേതിക വിദ്യകൾ കാരണം ചെറിയ തോതിലുള്ള നിർമ്മാണം ഇപ്പോൾ വളരെ എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ്. ഒരു ഗാരേജിലോ ചെറിയ വർക്ക്ഷോപ്പിലോ നിങ്ങൾക്കിത് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ തുടങ്ങാം. വില കുറച്ച് മത്സരിക്കുന്നതിന് പകരം ക്വാളിറ്റിയിലും കസ്റ്റമൈസേഷനിലും നാട്ടിൽ ഉണ്ടാക്കിയത് എന്ന പേരിലുമാണ് നിങ്ങളുടെ വിജയം. ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കുന്ന 5 പ്രധാന മേഖലകൾ ഞാൻ എന്താണെന്ന് പറയാം. ഒന്ന്, ഹൈ ക്വാളിറ്റി ഫർണിച്ചറും മര ഉൽപ്പന്നങ്ങളും. കടകളിൽ കാണുന്ന ഒരേപോലെയുള്ള ഫർണിച്ചറുകൾക്ക് പകരം ഈട് നിൽക്കുന്ന നല്ല തടിയിൽ തീർത്ത ഫർണിച്ചറുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിലും ഡിസൈനിലും മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ. രാസവസ്തുക്കളില്ലാത്ത നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾക്ക് ആളുകൾ പരതുകയാണ്. നല്ല നാടൻ അച്ചാറുകൾ, സോസുകൾ, ആരോഗ്യകരമായ സ്റ്റോക്കുകൾ, കോൾഡ് ബ്രൂ കോഫി എന്നിവയെല്ലാം വലിയ സാധ്യതകളാണ്. നിങ്ങളുടെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് നിങ്ങളുടെ മുതൽക്കൂട്ട്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ. പ്ലാസ്റ്റിക്കിനും മറ്റ് മാലിന്യങ്ങൾക്കുമെതിരായ മനോഭാവം വർദ്ധിച്ചു വരികയാണ്. ഇത് തുണി സഞ്ചികൾ, പേപ്പർ ബാഗുകൾ, പ്രകൃതിദത്തമായ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റ്. സ്പോർട്സ് വെൽനസ് ഉൽപ്പന്നങ്ങൾ. വ്യായാമത്തിനും ആരോഗ്യത്തിനും പണം മുടക്കാൻ ആളുകൾ ഇന്ന് തയ്യാറാണ്. വിദേശത്തു നിന്ന് വരുന്ന നിലവാരം കുറഞ്ഞ ഉപകരണങ്ങൾക്ക് പകരം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്കും ആവശ്യങ്ങൾക്കും ഇണങ്ങുന്ന ഉയർന്ന നിലവാരമുള്ള സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിദ്യാഭ്യാസപരമായ കളിപ്പാട്ടങ്ങൾ. കുട്ടികളെ സ്ക്രീനുകളിൽ നിന്ന് അകറ്റി അവരുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾക്കായി മാതാപിതാക്കൾ തിരയുകയാണ്. മരം കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കും എഡ്യൂക്കേഷണൽ കിറ്റുകൾക്കും വലിയ ഡിമാൻഡുകളുണ്ട് നാട്ടിൽ. നിങ്ങളുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെ തുടങ്ങും എന്ന് സംശയമുണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ ലളിതമാണ്. ഒന്ന്, ഒരു ലോക്കൽ മാർക്കറ്റ് ഡിറ്റക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ മുമ്പത്തെ പല വീഡിയോയിലും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ മുൻ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ ഓരോന്നും കാണുന്നത് നിങ്ങളുടെ മാനുഫാക്ചറിങ് ബിസിനസ് രംഗത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ നാട്ടിലെ കടകളിലും മാർക്കറ്റുകളിലും കയറി ഇറങ്ങി അവിടെയുള്ള സാധനങ്ങൾ എവിടെയാണ് നിർമ്മിച്ചതെന്ന് ശ്രദ്ധിക്കുക. ആളുകൾക്ക് എന്താണ് ആവശ്യമെന്ന് കടയുടമകളോട് ചോദിച്ച് മനസ്സിലാക്കുക. 2, ഒരു ചെറിയ ഉൽപ്പന്നത്തിൽ MVP നിന്ന് തുടങ്ങുക. ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ചെറിയ ബാച്ച് ഉണ്ടാക്കി ആളുകളുടെ അഭിപ്രായം തേടുക, അതിനനുസരിച്ച് അത് മെച്ചപ്പെടുത്തുക ആളുകളുടെ ഫീഡ്ബാക്കിനനുസരിച്ച്. 3, ആധുനിക ടെക്നോളജി ഉപയോഗിക്കുക. ചെറിയ CNC മെഷീനുകളും 3D പ്രിൻ്ററുകളും ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. ഇത് നിങ്ങളുടെ ചെറിയ വർക്ക്ഷോപ്പിന് അവിശ്വസനീയമായ കൃത്യതയും ശക്തിയും നൽകും. 4, നിങ്ങളുടെ ലോക്കൽ നെറ്റ്വർക്ക് വളർത്തുക എന്നുള്ളതാണ്. അസംസ്കൃത വസ്തുക്കൾ നാട്ടിലെ വിതരണക്കാരിൽ നിന്ന് വാങ്ങുക, മറ്റു പ്രാദേശിക ബിസിനസ്സുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. ഡിജിറ്റൽ ലോകത്തെ അവസരങ്ങൾ പലപ്പോഴും താൽക്കാലികമാണ്. അത് ഏത് സമയവും തലകീയം അറിയാം. യഥാർത്ഥവും സുസ്ഥിരവുമായ അവസരം നമ്മുടെ കൺമുന്നിലുണ്ട്. അത് നമ്മുടെ നാടിന് വേണ്ട സാധനങ്ങൾ ഇവിടെ തന്നെ പ്രാദേശികമായി തദ്ദേശീയമായി ഉണ്ടാക്കുന്നതിലാണ്. അതുകൊണ്ട് അടുത്ത ഓൺലൈൻ ട്രെൻഡിനെ കുറിച്ചുള്ള വീഡിയോ കാണുന്നത് നിർത്തുക. നിങ്ങൾക്ക് ചുറ്റും നോക്കുക. നിങ്ങളുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇതിലും മികച്ചതായി ഇവിടെ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. എന്നിട്ട് അതിനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് എടുക്കുക. നല്ലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് നിങ്ങളുടെ സ്വപ്നം അതോടെ പൂവണിയും. നിങ്ങളുടെ ആശയങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള ആശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ചർച്ച ഇവിടെ തുടങ്ങാം. നിർമ്മാതാക്കളുടെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും പ്രായോഗികപരമായ വഴികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നല്ലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മുടെ ഈ ചാനലിൽ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഐഡിയാസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഒരുപാട് സർപ്രൈസസുമായിട്ട് വരുന്നതാണ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.